ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. 2024 മാർച്ചിൽ കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിലെ തുടർ നടപടികൾ ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണയടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് തേച്ചുമാച്ച് കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടുമെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. ഇത് തേച്ചുമാച്ച് കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ആ കേസ് പോകുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോവുകയാണ്. ഇത് അങ്ങനെ ആയി പോകാൻ സാധ്യതയില്ല. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ടായിട്ട് ED നടത്തിയ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ CPM-ഉം BJPയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ED ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ K രാധാകൃഷ്ണൻ MPയെ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് K രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് സാക്ഷിയാക്കാൻ ED തീരുമാനിച്ചത്. കേസിൽ ഈ മാസം അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് EDയുടെ നീക്കം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാണ് സാക്ഷിയാക്കാൻ ED തീരുമാനിച്ചത്. 7 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. K രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന 2.5 വർഷത്തെ വിവരങ്ങളായിരുന്നു ED പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഈ കാലയളവിൽ കരുവന്നൂർ സഹകരണ ബാങ്കും CPM-ഉം നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങളും രാധാകൃഷ്ണനിൽ നിന്ന് ED ശേഖരിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികളുടെ അക്കൗണ്ട് വിവരങ്ങളും ഇടപാടുകളും അറിയില്ലെന്നാണ് രാധാകൃഷ്ണൻ EDക്ക് നൽകിയ മൊഴി. ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂരിൽ അക്കൗണ്ടില്ലെന്നും രാധാകൃഷ്ണൻ EDക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണനെ ഇനി വിളിപ്പിക്കില്ലെന്നാണ് വിവരം. കേസിൽ ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് EDയുടെ നീക്കം. 24 കൊച്ചി. വഖഫ് നിയമഭേദഗതിയെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നിർവീര്യമാക്കാനാണ് വഖഫ് നിയമഭേദഗതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ചാനൽ പരിപാടിക്കിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. വഖഫ് നിയമഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് NDA ഘടകകക്ഷിയായ NPP അറിയിച്ചു. വഖഫിനെ ചൊല്ലി ഇന്നും ജമ്മുകാശ്മീർ നിയമസഭയിൽ പ്രതിഷേധമുണ്ടായി. വഖഫ് നിയമ ഭേദഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം കോൺഗ്രസിനെ ലക്ഷ്യം വച്ചായിരുന്നു. 2013 വഖഫ് നിയമത്തിൽ UPA സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ ഭൂമാഫിയയുടെ താൽപ്പര്യങ്ങളെ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയും ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്തുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വിമർശനം. പുതിയ നിയമത്തിനെതിരെ പ്രതിപക്ഷം നിയമപോരാട്ടം നടത്തുന്നതിനിടയിൽ NDA പ്രതിരോധത്തിലാക്കി ഘടകകക്ഷിയായ NPP. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് NPP MLA നൂറുൽ ഹസൻ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മണിപ്പൂരിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് NPPയുടെ നീക്കം. കേരളത്തിലും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. പുതിയ നിയമം കേരളത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിയമ ഭേദഗതി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജമ്മു കശ്മീർ നിയമസഭാ സമ്മേളനത്തിൽ ഇന്നും പുതിയ വഖഫ് നിയമത്തെ ചൊല്ലി ബഹളമുണ്ടായി. സഭാ നടപടികൾ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്ന് ഭരണകക്ഷിയിലെ MLA-മാരുടെ ആവശ്യം സ്പീക്കർ തള്ളിയതോടെയാണ് സഭയിൽ ബഹളമുണ്ടായത്. 24 ഡൽഹി. മുനമ്പം വഖഫ് തർക്കത്തിൽ ഭൂമി കൈമാറിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിൽ ഭിന്നത. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് മകൾ സുബൈദയുടെ മക്കൾ ട്രിബ്യൂണലിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. എന്നാൽ മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേസിൽ കക്ഷി ചേർന്ന സിദ്ദിഖ് സേഠിന്റെ മറ്റു ബന്ധുക്കൾ. വഖഫ് ഭൂമി കേസിൽ ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരും. റിപ്പോ നിരക്ക് വീണ്ടും 0.25% കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതോടെ പുതിയ നിരക്ക് 6%-ലേക്ക് എത്തി.
ഭവന വാഹന വായ്പകളിലടക്കം ഇതോടെ പലിശ ഭാരം കുറയും. The MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. Consequently, the standing deposit facility, the STF rate under the liquidity adjustment facility shall stand adjusted to 5.75%. വിലക്കയറ്റം 4% താഴെ നിൽക്കുന്നു. ഭക്ഷ്യവിലക്കയറ്റവും ആശ്വാസകരമായ നിരക്കിലാണ്. ഉയർന്നു നിന്ന പലിശ നിരക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ധനനയ സമിതി യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇതോടെ വിപണിയിലേക്ക് കൂടുതൽ പണമെത്തും. ഭവന വാഹന വായ്പകൾ എടുത്തവർക്ക് പലിശ ഭാരത്തിൽ കുറവ് വരും. സാമ്പത്തിക വളർച്ച കുറഞ്ഞേക്കുമെന്ന അനുമാനം കൂടി ധനനയ സമിതി തീരുമാനത്തെ സ്വാധീനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം വളർച്ചാ അനുമാനം 6.70% നിന്ന് 6.50% കുറച്ചിരുന്നു. അടിസ്ഥാന നിരക്ക് കുറച്ച് വളർച്ചയെ ത്വരിതപ്പെടുത്താനുള്ള നീക്കമാണ് RBI നടത്തുന്നത്. ഈ കലണ്ടർ വർഷം ഇത് 2ാം തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. രാജ്യത്ത് വിലക്കയറ്റം കുറഞ്ഞു നിൽക്കുന്നതും പലിശഭാരം കുറയുന്നതും സാധാരണക്കാർക്ക് അനുകൂലമാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നയം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ച് കരുതലോടെ നിരീക്ഷിക്കുകയാണ് RBI. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം പ്രാബല്യത്തിൽ വന്നു. ഔഷധ മേഖലയ്ക്കും തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ചൈനയ്ക്ക് 104% പകരത്തീരുവ. തീരുവ നിലവിൽ വന്നതിന് പിന്നാലെ അമേരിക്കൻ വിപണികൾ കൂപ്പുകുത്തി. തീരുവ യുദ്ധത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് ചൈന അഭ്യർത്ഥിച്ചു. രാജ്യങ്ങൾക്ക് മേൽ 10 മുതൽ 84% വരെയാണ് പകരത്തീരുവ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്തിയ നടപടി പിൻവലിക്കാൻ വിസമ്മതിച്ച ചൈനയ്ക്ക് മേൽ 104% തീരുവ. ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% വരെ തീരുവ നൽകണം. ഏറ്റവുമധികം പകരച്ചുങ്കം ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്കാണ്. ആഫ്രിക്കൻ രാജ്യമായ ലെസോത്തോയ്ക്കാണ് 2ാം സ്ഥാനം. കംബോഡിയയാണ് 3ാം സ്ഥാനത്ത്. അമേരിക്കയുടെ ബ്ലാക്ക്മെയിൽ നയം അംഗീകരിക്കില്ലെന്നും അവസാനം വരെ പോരാടുമെന്നും ചൈന വ്യക്തമാക്കി. അതിനിടെ അമേരിക്കയുടെ പകരച്ചുങ്കത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് ചൈന അഭ്യർത്ഥിച്ചു. വ്യാപാര യുദ്ധത്തിലും തീരുവ യുദ്ധത്തിലും ജേതാക്കളില്ലെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയാണ് ചൈന പിന്തുണയ്ക്കുന്നതെന്നും എംബസി വക്താവ് യൂജിങ് എക്സിലൂടെ വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ തീരുവ പ്രഖ്യാപനം മുതൽക്കൂട്ടാകുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഔഷധ മേഖലയ്ക്കും തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. താരിഫ് ചർച്ചകൾക്കായി 70 രാജ്യങ്ങൾ സമീപിച്ചതായി ട്രംപ് അറിയിച്ചു. തീരുമാനം പിൻവലിക്കണമെന്ന് ട്രംപിനോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആവശ്യപ്പെട്ടു. അതിനിടെ വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കില്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുറന്നടിച്ചു. തീരുവ നിലവിൽ വന്നതിനു പിന്നാലെ അമേരിക്കൻ വിപണികൾ കൂപ്പുകുത്തി. എന്നാൽ അമേരിക്ക ഉടൻ വൻ സാമ്പത്തിക നേട്ടത്തിലെത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ തീരുമാനമെടുക്കാതെ സംസ്ഥാന മന്ത്രിസഭ. പദ്ധതി നടപ്പിലാക്കുന്നതിൽ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചു. വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമേ വിഷയത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കൂ എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നടന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളം ഒരു തീരുമാനമെടുക്കുമെന്നായിരുന്നല്ലോ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വിജയകുമാർ, 2 വർഷമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളം തീരുമാനമെടുത്തിരുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കേണ്ട പണം ലഭിക്കാതെ വരുമെന്ന് കണ്ടപ്പോഴാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിലേക്ക് വന്നത്. എന്നാൽ ഈ കാര്യത്തിൽ വിശദമായ കൂടിയാലോചനകൾ വേണം, ചർച്ച വേണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. CPI മന്ത്രിമാരും പദ്ധതി നടപ്പിലാക്കുന്നതിനോടുള്ള തങ്ങളുടെ പാർട്ടിയുടെ എതിർപ്പ് ഉണ്ടെന്ന് അറിയിച്ചു. ഇതോടുകൂടിയാണ് വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം തീരുമാനമെടുത്താൽ മതി എന്ന ധാരണ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ ബോർഡിൽ PM ശ്രീ സ്കൂൾ എന്ന് രേഖപ്പെടുത്തണം. ഒരു ബ്ലോക്ക് ലെവലിൽ പരമാവധി 2 സ്കൂളുകൾ വരെയാണ് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്നത്. അതിന് ഒരു സ്കൂളിന് 85 ലക്ഷം രൂപ മുതൽ പരമാവധി 2 കോടി രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും മറ്റ് പഠന സൗകര്യങ്ങളും നിലവാരം മെച്ചപ്പെടുത്താനുള്ളത് അടങ്ങുന്ന ഒരു സ്കീമാണ് ഈ PM പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഏതാണ്ട് 1186 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. അതുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം.
യെസ്, വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമേ വിഷയത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കൂ. CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇന്നത്തെ ക്യാബിനറ്റ് പിരിഞ്ഞത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചാണ് BJP വിജയം നേടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പടക്കം സമീപകാലത്ത് BJP ജയിച്ച തെരഞ്ഞെടുപ്പിൽ EVM തിരിമറി നടന്നുവെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംശയനിഴലിലാണ്. രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. വഖഫ് ചർച്ച രാത്രി വൈകിയും നീട്ടിക്കൊണ്ടുപോയത് ഈ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ്. പ്രതിപക്ഷ നേതാവിന് സഭയിൽ സംസാരിക്കാൻ പോലും അവസരം നൽകുന്നില്ല. സംസ്ഥാന സർക്കാരുകളുമായുള്ള ബന്ധം എന്നത്തെക്കാളും മോശം. കോൺഗ്രസ് സർക്കാരുകളെ പ്രത്യേകിച്ച് അവഗണിച്ചു. ഫണ്ട് നൽകുന്നില്ല. ഗവർണർമാരെ ആയുധമാക്കുന്നു. ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്ന പരിപാടി ഇനി നടപ്പില്ല. ജാതി സെൻസസ് നടത്തണമെന്നും ഖർഗെ പറഞ്ഞു. DCCകളെ ശാക്തീകരിക്കാനുള്ള നീക്കവും ഖർഗെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ DCC പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ജയ്വിളി മാത്രമാവരുത് പാർട്ടി പ്രവർത്തനമെന്ന് പ്രവർത്തകരെയും ഖർഗെ ഓർമ്മിപ്പിച്ചു. പാർട്ടിക്കായി പണിയെടുക്കാൻ കഴിയാത്തവർ സ്വയം ഒഴിയണം. നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ഗുജറാത്തിൽ സബർമതി തീരത്ത് നടക്കുന്ന ഈ AICC സമ്മേളനത്തിൽ BJP സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും നടത്തിയത്. മുന്നോട്ടുള്ള യാത്രയിൽ ബാലറ്റിലേക്കുള്ള മടക്കം, ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാണിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അഹമ്മദാബാദിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഉടൻ ഇന്ത്യക്ക് കൈമാറും. നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രത്യേക അന്വേഷണ സംഘം അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. മുംബൈയിലും ഡൽഹിയിലും ജയിലുകൾ സജ്ജമാക്കി. പ്രത്യേക വിമാനത്തിലാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുക. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളി തഹാവൂർ റാണയെ നാളെ പുലർച്ചെയോടെ ഇന്ത്യയിലെത്തിക്കുമെന്നാണ് സൂചന. നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. NIA ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം US-ലെത്തി. പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിലാകും റാണയെ ഇന്ത്യയിലെത്തിക്കുക. ഇന്ത്യക്ക് വിട്ടുനൽകരുതെന്ന തഹാവൂർ റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് നീക്കം. ഇന്ത്യക്ക് വിട്ടുനൽകിയാൽ തന്റെ മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഹർജിയിലെ വാദം. ഡൽഹിയിലെ തിഹാർ ജയിലിലും മുംബൈയിലെ ജയിലിലും തഹാവൂർ റാണയെ പാർപ്പിക്കുന്നതിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കനേഡിയൻ പൗരനായ തഹാവൂർ റാണ നിലവിൽ ലോസ് ആഞ്ചൽസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ്. അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ആക്രമണം നടത്താൻ സഹായം ചെയ്തു നൽകിയത് തഹാവൂർ റാണയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിനീത VG, 24, ഡൽഹി. സസ്പെൻഷനിൽ തുടരുന്ന N പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. അടുത്ത ആഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് N പ്രശാന്തിന് നോട്ടീസ് നൽകി. വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണമുന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. മുഖ്യമന്ത്രിയാണ് N പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ നിർദ്ദേശം നൽകിയത്. ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തുന്ന ഹിയറിംഗിലേക്ക് ഹാജരാകാൻ N പ്രശാന്തിന് നോട്ടീസ് നൽകി. കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്ത് സസ്പെൻഷനിലായത്. ചീഫ് സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് തിരിച്ച് വിശദീകരണ നോട്ടീസ് പ്രശാന്ത് നൽകിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചുവെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലാണ് N പ്രശാന്ത്. നവംബർ 11 സസ്പെൻഡ് ചെയ്തത്. ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചുമെന്നുമായിരുന്നു സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ ഉണ്ടായിരുന്നത്. 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്ത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് തീരുമാനം എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ സത്യവാങ്മൂലത്തിൽ എന്താണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്? ഈ കേന്ദ്ര സഹായത്തോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ വായ്പ എഴുതിത്തള്ളൽ വിഷയത്തിലും കേന്ദ്ര സംസ്ഥാന തർക്കം നിലനിൽക്കുകയാണ്. പരസ്പരം പഴിചാരുന്ന നടപടി ഇതിലും കാണാൻ സാധിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ കേന്ദ്ര തീരുമാനം മുഖ്യമന്ത്രി
പങ്കെടുത്ത യോഗ ശുപാർശ അനുസരിച്ചാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ പറയുന്നു. അതായത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ മതി, അല്ലാതെ ഈ വായ്പ എഴുതി തള്ളേണ്ടതില്ല എന്ന കേന്ദ്ര തീരുമാനം അത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ഒരു യോഗ ശുപാർശയുടെ അനുസരിച്ചാണ് എന്ന് കേന്ദ്രം പറയുന്നു. RBI മാസ്റ്റർ ഡയറക്ഷൻ അനുസൃതമായി ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്ന് SLBC ശുപാർശ നൽകിയിരുന്നു. ഈ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2024 ഓഗസ്റ്റ് 19 ചേർന്ന SLBC യോഗമാണെന്നും കേന്ദ്ര ധനമന്ത്രാലയം പറയുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ച് തങ്ങൾ പിന്നീട് തീരുമാനമെടുക്കുകയായിരുന്നു എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയിലാണ് ഈ സത്യവാങ്മൂലം വെച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ പുനരധിവാസ വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തറക്കല്ലിടും. വെള്ളിത്തോടിലാണ് 105 വീടുകൾ ലീഗ് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി 24നോട് പറഞ്ഞു. നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് 3-ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ തറക്കല്ലിടും. 8 സെന്റ് വീതം സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് ലീഗ് നിർമ്മിക്കുന്നത്. 8 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ശ്രമം. നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ തന്നെ പൂർത്തിയാക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് സെയ്ദ് സാദിഖ് തങ്ങളത് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് നടത്തുന്നതോടുകൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ ചടങ്ങിനെത്തും. ചടങ്ങിന് മുന്നോടിയായി പ്രവർത്തക സമിതി യോഗം മുട്ടിലിൽ ചേർന്നു. തറക്കല്ലിടൽ ചടങ്ങിന് ശേഷം മുട്ടിൽ WMOയിൽ പൊതുസമ്മേളനവും ചേരുന്നുണ്ട്. 24 വയനാട്. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ആനന്ദ്കുമാറിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാറിനെ 10ഓളം കേസുകളിലാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യഹർജിയാണ് തള്ളിയത്. കേസിൽ 2ാം പ്രതിയാണ് ആനന്ദകുമാർ. തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാർ എന്നാണ് നേരത്തെ പിടിയിലായ അനന്തുകൃഷ്ണന്റെ മൊഴി. CSR ഫണ്ട് വാങ്ങാനായി രൂപീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് NGO എന്ന ആശയവും ഇയാളുടേതാണ്. അറസ്റ്റ് ചെയ്ത് 1 മാസം പിന്നിട്ടിട്ടും ആനന്ദകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിനായിട്ടില്ല. മോശം ആരോഗ്യസ്ഥിതിയാണ് വെല്ലുവിളി. കസ്റ്റഡിയിൽ ലഭിച്ചില്ലെങ്കിൽ ജയിലിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം 65 സീഡുകളിലായി 153 NGOകളാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ മാത്രം 1853 പരാതിക്കാരുണ്ട്. അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്ന നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. നിക്ഷേപകരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക്. 8ാം പ്രതി ദിലീപിന്റേതുൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായി. പ്രോസിക്യൂഷന്റെ മറുപടി വാദം 10 ദിവസത്തിനകം പൂർത്തിയാകും. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയാകുന്നത്. 8ാം പ്രതി ദിലീപിന്റേതുൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായി. പ്രോസിക്യൂഷന്റെ മറുപടി വാദം 10 ദിവസത്തിനകം പൂർത്തിയാകും. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. നേരത്തെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. വിചാരണ അവസാന ഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയായത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. 24 കൊച്ചി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സമുദായ നേതാക്കൾ സമുദായത്തിനു വേണ്ടി സംസാരിക്കുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ വിഷത്തെ അതിജീവിക്കാനുള്ള കരുത്ത് മതേതര കേരളത്തിനുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പ്രതികരിച്ചു. തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പരാമർശം തിരുത്തട്ടെ എന്നായിരുന്നു മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രതികരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ മലപ്പുറം പരാമർശത്തെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് രംഗത്തെത്തി. സമുദായ നേതാക്കൾ അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. രാജ്യമെന്ന് പറയുന്നത് നല്ലതല്ലേ എന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ മതമല്ലേ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല
എന്നൊക്കെ പറയാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗിന്റെ വിമർശനം തുടരുകയാണ്. വെള്ളാപ്പള്ളിയേക്കാൾ വലിയ വിഷത്തെ അതിജീവിച്ച കരുത്ത് മതേതര കേരളത്തിന് ഉണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രതികരണം. ഇതൊരു RSS പ്ലാനാണ്. ഇതിനകത്ത് തലവെച്ച് കൊടുക്കുന്നത് അപകടമാണ് എന്ന ഒരു സൂക്ഷ്മത വെള്ളാപ്പള്ളിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയോടാണ്, അത് SNDPയോടല്ല. മന്ത്രി V അബ്ദുറഹ്മാനും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ രംഗത്തെത്തി. മലപ്പുറം സുന്ദരമായ പ്രദേശമാണെന്നും പറഞ്ഞത് തെറ്റെങ്കിൽ തിരുത്താൻ വെള്ളാപ്പള്ളി തയ്യാറാകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നതല്ല മലപ്പുറത്തിന്റെ സംസ്കാരമെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ തുറന്നടിച്ചു. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിവാദ പരാമർശം പിൻവലിക്കാൻ ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല. 24 കോഴിക്കോട്. താമരശ്ശേരി ഷിബില വധക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രേഡ് SIയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. PRO ആയിരുന്ന നൌഷാദിന്റെ സസ്പെൻഷനാണ് റേഞ്ച് DIG പിൻവലിച്ചത്. ഭർത്താവ് യാസറിനെതിരെ ഷിബില നൽകിയ പരാതി കൃത്യമായി അന്വേഷിച്ചില്ല എന്ന കുടുംബത്തിന്റെ പരാതിയിലായിരുന്നു നടപടി. SIയെ തിരിച്ചെടുത്തത് പ്രതിഷേധാർഹമെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. താമരശ്ശേരി ഷിബിലയുടെ കൊലപാതകത്തിനു മുൻപ് പ്രതി യാസറിനെ കുറിച്ച് ഷിബിലയും ബന്ധുക്കളും താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഷിബിലയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുടുംബം രംഗത്തെത്തി. പോലീസ് കൃത്യമായി നടപടിയെടുത്തിരുന്നെങ്കിൽ ഷിബില കൊല്ലപ്പെടില്ലായിരുന്നുവെന്നാണ് കുടുംബം പറഞ്ഞത്. ഈ ആരോപണത്തിന് പിന്നാലെയാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന PRO ആയ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ നൌഷാദിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ലെന്നും പരാതി ലഭിച്ചപ്പോൾ തന്നെ SHOയ്ക്ക് കൈമാറിയെന്നുമാണ് പോലീസിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. എന്നാൽ ഈ നടപടി പ്രതിഷേധാർഹമെന്നാണ് ഷിബിലയുടെ കുടുംബത്തിന്റെ പ്രതികരണം. പോലീസിന്റെ ഭാഗത്തു നിന്നായ വീഴ്ചയാണ് ഒരു കുട്ടിയുടെ കൊലപാതകത്തിലെത്തുകയും കൊലപാതകം നടന്നിട്ട് പോലും അതിനുശേഷം പോലീസ് സ്വീകരിക്കുന്ന നിലപാട് നീതി ലഭിക്കാത്തൊരു സ്ഥിതിയാണ് ഏറ്റവും പുതിയതായി സംജാതമായിട്ടുള്ളത്. അത് ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. 24 കോഴിക്കോട്. അഴിമതി കേസിൽ പിടിയിലായ പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് സസ്പെൻഷൻ. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെതിരെയാണ് നടപടി. കഴിഞ്ഞ ദിവസം ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുതലമൂരിയെ കടത്തിയതിന് പിടിയിലായവരെ രക്ഷിക്കാമെന്ന വാഗ്ദാനം ചെയ്ത പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസിലാണ് സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഈ വർഷം വിരമിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ നടപടി. അഴിമതി കേസിൽ പൂജപ്പുര വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഇയാളെ കഴിഞ്ഞ ദിവസം വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. വനംവകുപ്പ് വിജിലൻസ് ശുപാർശ പ്രകാരം മറ്റൊരു കേസിൽ സസ്പെൻഷനിലായിരുന്ന സുധീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നുള്ള അനുകൂല വിധിയെ തുടർന്ന് തിരികെ സർവീസിൽ കയറിയിരുന്നു. ഇതിന് പിന്നാലെ സർവീസിൽ ചേരാനുള്ള ഉത്തരവില്ലാതെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെത്തി ഓഫീസറുടെ കസേര കയ്യേറി നെയിം ബോർഡ് സ്ഥാപിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംസ്ഥാന വിജിലൻസ് എതിരായി നൽകിയ റിപ്പോർട്ട് അവഗണിച്ച സുധീഷിനെ പാലോട് റേഞ്ചിൽ റേഞ്ച് വനം വകുപ്പ് ഓഫീസറായി നിയമിക്കുകയുണ്ടായി. ഇവിടെ അധ്യാപകനെ മർദ്ദിച്ച കേസിലും പ്രതിയായി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഫോടനം. BSF ജവാന് ഗുരുതര പരിക്കേറ്റു. പ്രദേശത്തു നിന്ന് നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് നിർവീര്യമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ആര് സ്ഥാപിച്ചു? ഈ വലിയ സ്ഫോടക വസ്തു ശേഖരം അവിടെ എത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് അസ്വാഭാവികമായ ചില നീക്കങ്ങൾ BSFന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് BSF ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഗുരുദാസ്പൂരിൽ അതിർത്തിയിലാണ് ഇത്തരത്തിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ തെരച്ചിലിനിടെ വയറുകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് ഇത് IEDകൾ നിരനിരയായി ഈ പ്രദേശത്ത് സ്ഥാപിച്ചതായി BSF കണ്ടെത്തുകയും അത് കണ്ടെത്തി നിർവീര്യമാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. ഇതിനിടെയാണ് അബദ്ധത്തിൽ ഒരു IED പൊട്ടിത്തെറിച്ച് ഒരു BSF ജവാന്റെ കാലിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി അവിടെ വ്യാപകമായ തെരച്ചിൽ നടത്തി മുഴുവൻ IEDകളും കണ്ടെത്തി നിർവീര്യമാക്കിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ ഗുരുദാസ്പൂർ അതിർത്തി എന്നുള്ളത് അത്ര പ്രശ്നബാധിതമായ മേഖലയല്ല. ഈ അതിർത്തി വേലിക്ക് അപ്പുറവും ഇന്ത്യയിലെ കർഷകരുടെ ഭൂമിയാണ്. അവിടെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള
അനുമതി ഉൾപ്പെടെ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികരെയും കർഷകരെയും ലക്ഷ്യം വെച്ച് ഭീകരവാദികൾ സ്ഥാപിച്ചതാണ് ഈ IED-കൾ എന്ന നിഗമനത്തിലാണ് സൈന്യം. വിജയകുമാർ. യെസ്, പ്രദേശത്ത് നിരവധി സ്ഫോടക വസ്തുക്കളാണ് സേന കണ്ടെടുത്ത് ഇപ്പോൾ നിർവീര്യമാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ അതിർത്തി മേഖലയിൽ സ്വാഭാവിക നീക്കങ്ങൾ സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരമൊരു പരിശോധനയ്ക്കിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി വക്കഫാണെന്ന് ഫറൂഖ് കോളേജ് 1969 സത്യവാങ്മൂലം നൽകിയെന്ന് വഖഫ് ട്രിബ്യൂണലിൽ വഖഫ് ബോർഡിന്റെ വാദം. പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് സത്യവാങ്മൂലം നൽകി എന്നാണ് വഖഫ് ബോർഡ് ട്രിബ്യൂണലിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം ഉണ്ടോ എന്നറിയില്ല എന്നാണ് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ ട്രിബ്യൂണലിൽ വാദിച്ചത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇന്നലെ തുടങ്ങിയതാണ്, ഇന്നും വാദം പുരോഗമിക്കുന്നു. ഈ സെഡിന്റെ കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജും വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കത്തിൽ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാദം തുടരുകയാണ്. ഇന്നിപ്പോൾ പറവൂർ സബ് കോടതിയുടെ ഒരു വിധിയിലാണ് പരിശോധന നടന്നത്. അതിലാണിപ്പോൾ വഖഫ് ബോർഡ് ഇത്തരമൊരു വാദം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് 1971 പറവൂർ സബ് കോടതിയുടെ വിധി ശരിവെച്ച് 1971 പറവൂർ സബ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിധി എന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി എന്നതായിരുന്നു അന്നത്തെ വിധി. 1971 പറവൂർ സബ് കോടതി. ഇതിനു മുൻപ് ഈ കോടതി നടപടികൾ നടക്കുന്ന സമയത്താണ് 1969 ഫറൂഖ് കോളേജ് ഒരു സത്യവാങ്മൂലം നൽകിയത്. ആ സത്യവാങ്മൂലം നൽകിയതിൽ പറയുന്നത് ഈ ഭൂമി വഖഫ് ആണ് എന്നാണ്. അത്തരമൊരു സത്യവാങ്മൂലം നൽകി എന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ട്രിബ്യൂണലിനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഫറൂഖ് കോളേജ് ഒരു തരത്തിലും എവിടെയും ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയിട്ടില്ല എന്ന വാദമാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുള്ളത്. ഈ 1971 പറവൂർ സബ് കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫറൂഖ് കോളേജ് ഈ ഭൂമി വിൽപ്പന നടത്തുന്നതിന് മുൻപുള്ള കാര്യമാണ്. അത് ആ ഒരു കേസിന്റെ വിധി പരിശോധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വാദം നടന്നത്. ഇനി നാളെയാണ് പ്രധാനപ്പെട്ട വാദം നടക്കാനുള്ളത്. അതായത് 1971 പറവൂർ സബ് കോടതിയുടെ വിധി, അതായത് വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞുള്ള ഈ ഒരു വിധി, അതിൽ കൂടുതൽ അത് ശരിവെച്ചുകൊണ്ടായിരുന്നു 1975 ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വിധിയിലുള്ള പരിശോധനയാണ് നടക്കുക. കൂടുതൽ വാദം, പ്രധാനപ്പെട്ട വാദങ്ങൾ നാളെയാണ് നടക്കാനുള്ളത്. വിജയകുമാർ. യെസ്, ഇന്നും വഖഫ് ട്രിബ്യൂണലിൽ വാദം തുടരുകയാണ്. ഇന്നലെ തുടങ്ങിയതാണ്, ഇന്നും അത് പുരോഗമിക്കുന്നുണ്ട്. ഈ സത്യവാങ്മൂലം സംബന്ധിച്ച് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ പറയുന്നത് അത്തരമൊരു സത്യവാങ്മൂലം ഉണ്ടോ എന്നറിയില്ല, അത് പരിശോധിക്കണം എന്നതാണ്. അത് പറവൂർ കോടതിയിൽ അത്തരമൊരു സത്യവാങ്മൂലം ഈ കോളേജ് നൽകിയിരുന്നു. ഫറൂഖ് കോളേജ് 69 തന്നെ നൽകിയെന്നാണ് ട്രിബ്യൂണലിൽ ഈ വഖഫ് ബോർഡ് പറയുന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് ട്രിബ്യൂണലിന് മുൻപാകെ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുഖ്യകണ്ണി പിടിയിലായി. ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ മുൻ ഭർത്താവ് സുൽത്താനാണ് ആന്ധ്ര അതിർത്തിയിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്തെത്തിച്ചത് സുൽത്താനാണ് എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയും ഫിറോസും നിലവിൽ റിമാൻഡിലാണ്. ഇരുവരും കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി യാതൊരു സൂചനയും ചോദ്യം ചെയ്യലിൽ എക്സൈസ് സംഘത്തിന് നൽകിയിരുന്നില്ല. എന്നാൽ തസ്ലീമയുടെ ഫോണിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് മുൻ ഭർത്താവും ചെന്നൈ സ്വദേശിയുമായ സുൽത്താനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തസ്ലീമ പിടിയിലായെന്ന് മനസ്സിലായ സുൽത്താൻ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിലെ ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇവിടുത്തെ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ചെന്നൈയിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു സുൽത്താന്റെ ലഹരി ഇടപാടുകൾ. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താൻ ആണെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. സുൽത്താൻ കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാരിൽ പ്രധാനിയാണ്. സുൽത്താനെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്യും. സുൽത്താൻ എത്തിച്ചു തരുന്ന ലഹരിയുമായി കേരളത്തിൽ സിനിമാ മേഖലയിലടക്കം ഇടപാടുകൾ നടത്തുന്നത് തസ്ലീമയാണ്. കേസിലെ മുഖ്യ കണ്ണി കൂടി പിടിയിലായതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസ് വിലയിരുത്തൽ. 24 ആലപ്പുഴ. SKN40 ജനകീയ യാത്ര 2ാം ദിവസവും പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. വാണിയംകുളത്തും ചെർപ്പുളശ്ശേരിയിലും യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി പേരാണ് എത്തിയത്.
ഇന്ന് പാലക്കാട് ജില്ലയിലെ SKN40 പര്യടനം രണ്ടാം ദിവസമായി ഇന്ന് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിലാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ കൈമെയ് മറന്ന് പോരാടാൻ കേരളമാകെ ഒന്നിക്കുകയാണ്. SKN40 ജനകീയ യാത്രയുടെ പാലക്കാട് ജില്ലയിലെ രണ്ടാം ദിനവും വൻ ജനപങ്കാളിത്തമാണുണ്ടായത്. വള്ളുവനാടിന്റെ ചരിത്രമുറങ്ങുന്ന ഒറ്റപ്പാലത്തു നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് തുടക്കം. പാരമ്പര്യ കലാരൂപമായ തിറയാട്ടത്തോടെ വരവേൽപ്പ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലഹരി എന്ന മഹാവിപത്തിനെക്കുറിച്ച് ജനങ്ങൾ SKNുമായി തുറന്നു സംവദിച്ചു. ഈ യാത്രയുടെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് കുട്ടികളുടെ ഈ പാഠ്യപദ്ധതിയിൽ 1ാം ക്ലാസ് മുതൽക്ക് ഈ വിഷയം ഉൾപ്പെടുത്തണം, എന്നാലാണ് നമുക്ക് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 24 ശ്രീകണ്ഠൻ നായരും നയിക്കുന്നോരോ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിൽ ഒന്നിച്ചൊന്നായി അണിചേർന്നിടാം. ശേഷം പ്രസിദ്ധമായ കന്നുകാലിച്ചന്ത സ്ഥിതി ചെയ്യുന്ന വാണിയംകുളത്ത് വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ലഹരിക്കെതിരെ അണിചേരാൻ വാണിയംകുളത്തെത്തി. തുടർന്ന് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ തുറന്ന മൈതാനത്ത് ലഹരിക്കെതിരെ നാടിന്റെ പ്രഖ്യാപനം. ഉച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാടെത്തുന്ന യാത്ര ഇന്ന് അവിടെ സമാപിക്കും. നാളെ മലപ്പുറം ജില്ലയിലാണ് ലഹരി വിരുദ്ധ ജനകീയ യാത്ര. 24 പാലക്കാട്. SKN40 കേരള യാത്രയെ പ്രശംസിച്ച് എക്സൈസ് മന്ത്രി MB രാജേഷ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ SKN40 യാത്രയ്ക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ഗൃഹസദസ്സുകളിൽ വലിയ സ്വീകാര്യതയുള്ള SKN നേരിട്ടിറങ്ങുമ്പോൾ അതിന്റെ പ്രതിഫലനമുണ്ടാകും. ഒരു മാസത്തിനിടെ ലഹരിക്കെതിരായ കേസുകൾ വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായിട്ട് SKN നടത്തുന്ന യാത്രയെ വളരെ സന്തോഷത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. ബോധവൽക്കരണം, സാമൂഹിക ജാഗ്രത പ്രധാനമാണ്. ആ സാമൂഹിക ജാഗ്രത സൃഷ്ടിക്കാൻ SKNന്റെ യാത്രയ്ക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും. അതിനെൻ്റെ എല്ലാ ആശംസകളും. ജനകീയ ഹോട്ടലുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ. ഊണിന്റെ വില 20 രൂപയിൽ നിന്ന് 35 രൂപയായി ഉയർത്തി. ജനകീയ ഹോട്ടലുകൾക്കുള്ള സബ്സിഡിയും സർക്കാർ ഒഴിവാക്കി. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സർക്കാർ ജനകീയ ഹോട്ടലുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ധനസ്ഥിതി മോശമായതോടെയാണ് ജനകീയ ഹോട്ടലുകളിലെ ഉച്ചയൂണിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇനി മുതൽ ഉച്ചയൂണിന് 20 രൂപയ്ക്ക് പകരം 35 രൂപ നൽകണം. ജനകീയ ഹോട്ടലുകൾക്കുള്ള സബ്സിഡിയും ഒഴിവാക്കി. ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സർക്കാർ ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. അതേസമയം കുടുംബശ്രീയുടെ പ്രീമിയം കഫേ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ കൂടുതൽ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനാണ് നിലവിലെ ആലോചന. 24 തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസ സമരവുമായി വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 10 ദിവസം മാത്രമാണുള്ളത്. സർക്കാർ ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത സാഹചര്യത്തിലാണ് കൂട്ട ഉപവാസ സമരവുമായി വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം കടുപ്പിച്ചത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. RTI വെച്ചപ്പോഴത്തേക്ക് വേക്കൻസി ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ വേക്കൻസി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ സമരമുറകളൊക്കെ ചെയ്യുന്നത്. സർക്കാർ കണ്ണു തുറക്കുന്നു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശയനപ്രദക്ഷിണം നടത്തിയും കല്ലുപ്പിൽ മുട്ടുകുത്തിയും മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചുമെല്ലാം വേറിട്ട സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും സർക്കാർ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായേക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. പ്രതീക്ഷയുണ്ട്, 100% പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് അവർ കാണുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. പല ജില്ലകളിൽ നിന്നായി നിരവധി ഉദ്യോഗാർത്ഥികളാണ് സമരത്തിൽ പങ്കാളികളാകാൻ എത്തുന്നത്. നിരവധി പേർ പിന്തുണയുമായും എത്തുന്നു. വിവരാവകാശ നിയമപ്രകാരം അവർക്ക് കൊടുത്തിരിക്കുന്ന രേഖയിൽ 570 വേക്കൻസി ഉണ്ടെന്ന് പറയുകയാണ്. ആ വേക്കൻസി ഉള്ളതിൽ അവരെ നിയമിക്കാൻ തയ്യാറാവുന്നില്ല. 19-ാം തീയതി കാലാവധി അവസാനിക്കുകയാണ്. 250 പേർക്ക് നിയമനം കൊടുത്താൽ ഈ വിഷയം അവസാനിക്കും. ഇന്ന് അവരും കൂട്ട ഉപവാസം എടുക്കുകയാണ്. സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷയത്തിൽ തീരുമാനമാകും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. 570 ഒഴിവുകൾ ഇപ്പോഴും നികത്താൻ ബാക്കിയാണ്. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് ജോസ് കെ മാണി MP 24നോട്.
ആർക്കും പാർട്ടിയിലേക്ക് കടന്നു വരാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കെ എം മാണിയുടെ 6ാം ചരമവാർഷിക ദിനത്തിൽ 24-നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് സംബന്ധിച്ചോളം ഞങ്ങളുടെ വാതുകൾ എപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ റൂട്ട് അത് മാണിസാർ തന്നെയാണ്. തീർച്ചയായും ആ കവടത്തിലേക്ക് ആർക്കും കടന്നു വരാം. മാണിസാർ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളതും അതെപ്പോഴും തുറന്നു തന്നെയാണ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ കിട്ടിയേക്കും. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. മോഷണ ശ്രമത്തിനിടെ പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് നടത്തിയ ആക്രമണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയിലേക്ക് നയിച്ച തെളിവുകളും ശാസ്ത്രീയ റിപ്പോർട്ടുകളും ഉൾപ്പെടെ 1000 പേജുള്ള കുറ്റപത്രമാണ് ബാന്ദ്ര പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. സംഭവസ്ഥലത്തുനിന്ന് കണ്ടെത്തിയ കത്തിയുടെ ഭാഗങ്ങളും പ്രതിയുടെ പക്കലുള്ള കത്തിയും സെയ്ഫ് അലി ഖാനെ കുത്തിയ കത്തിയും ഒന്നാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മോഷണത്തിനായി പ്രതി ഷെരീഫുൾ നടന്റെ വസതിയിലെത്തിയെന്നും പിടിക്കപ്പെട്ടപ്പോൾ നടനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് കണ്ടെത്തൽ. കത്തികൊണ്ട് ആക്രമിച്ചുവെന്നും നിരവധി തവണ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. പ്രതിയുടെ ഇടത് കൈയുടെ വിരലടയാളവും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളും മറ്റ് ഫോറൻസിക് തെളിവുകളും പ്രതിയെ സ്ഥിരീകരിക്കാൻ പോലീസിന് സഹായകമായെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. ജനുവരി 16-നാണ് ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ അതിക്രമിച്ചു കയറിയ പ്രതി നടനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. താനെയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. 24 മുംബൈ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് കോതമംഗലത്ത് തുടക്കമായി. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 6 വേദികളിലായി നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് ഈ മാസം 9-ാം തീയതി സമാപനമാകും. അമ്പത്തൊമ്പത് കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് വിവിധ വേദിയിൽ അരങ്ങേറുക. കലാസാംസ്കാരിക രംഗത്തെ പ്രതിഭകളായ MT വാസുദേവൻ നായർ, KPSC ലളിത, ഇന്നസെന്റ് എന്നിവരുടെ സ്മരണ ഉണർത്തുന്ന 6 വേദികളിൽ കലാമത്സരങ്ങൾ നടക്കും. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ്, സെന്റ് ജോർജ് സ്കൂൾ മൈതാനം തുടങ്ങിയ 8 വേദികളിലായിരിക്കും കായിക മത്സരങ്ങൾ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ വരെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ സംസ്ഥാനതല മത്സരങ്ങൾക്കാണ് കോതമംഗലത്ത് തുടക്കമായത്. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിനെതിരെ ജനമുന്നേറ്റം ഉയരണമെന്ന് മന്ത്രി. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് യുവജനക്ഷേമ ബോർഡ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. കോതമംഗലം MLA ആന്റണി ജോൺ അധ്യക്ഷനായ പരിപാടിയിൽ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടം തുടങ്ങിയവർ ഭാഗമായി. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച് ഗാനമേള അരങ്ങേറി. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 24 കൊച്ചി. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ മുൻ MLA മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ല എന്നാണ് പരാതി. എന്നാൽ ആരോപണം അദ്ദേഹം നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കേരളത്തിലെ 6ാമത്തെ ക്യാമ്പസ് തൃശൂരിൽ പ്രവർത്തനം തുടങ്ങി. 2014 ആരംഭിച്ച ആദി ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഇന്ത്യക്കകത്തും വിദേശത്തുമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ആദി ഗ്രൂപ്പ് നൽകുന്നത്. വരും വർഷത്തിൽ കേരളത്തിന്റെ കൂടുതൽ ജില്ലകളിലും
ചെന്നൈ, മഹാരാഷ്ട്ര, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലും ക്യാമ്പസുകൾ തുടങ്ങുമെന്ന് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകനും സിഇഒയുമായ മുഹമ്മദ് ഷാഫി പറഞ്ഞു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ദർശന, ജനറൽ മാനേജർ ബിനീഷ്, ഓപ്പറേഷൻസ് മാനേജർ ലിയോൺസ്, പ്ലേസ്മെന്റ് ഓഫീസർ മഹേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആദി ഗ്രൂപ്പിന്റെ എല്ലാ ക്യാമ്പസുകളിലും ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6th ബ്രാഞ്ചാണ് തൃശ്ശൂർ ഇപ്പോൾ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ 2014 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ജോബ് ഓറിയൻറ്റഡ് മേഖലയിൽ നിരവധി കോഴ്സുകൾ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, MEP, HVAC പോലുള്ള ഏകദേശം 10ഓളം കോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് കേരളത്തിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചൊരു സ്ഥാപനമായി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. IPL-ൽ ജയം തുടരാൻ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. തുടക്കം പാളിയെങ്കിലും പിന്നെ കത്തിക്കയറിയ രണ്ട് ടീമുകൾ. ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസും സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും. ജയക്കുതിപ്പ് തുടരാൻ ഇരു ടീമുകളും ഒരുങ്ങിയിറങ്ങുമ്പോൾ അഹമ്മദാബാദിൽ ആരാധകർക്കിന്ന ആഹ്ലാദരാവ്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് പൊരുതിത്തോറ്റ ഗുജറാത്ത് പിന്നെ കീഴടക്കിയത് വമ്പന്മാരായ മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് ടീമുകളെ. ശുഭ്മാൻ ഗിൽ നേതൃത്വം നൽകുന്ന കിടിലൻ ബാറ്റിംഗ് നിരയും മുഹമ്മദ് സിറാജിന്റെ നേതൃത്വത്തിലുള്ള ബൗളിംഗ് നിരയും ഉജ്ജ്വല ഫോമിൽ. തന്റെ മാജിക്കൽ ഡെലിവറികൾ വീണ്ടെടുക്കാൻ റാഷിദ് ഖാനും കൂടിയായാൽ ഗുജറാത്തിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇന്ന് ജയിച്ചാൽ 8 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്ക് ഉയരാനും ഗില്ലിനും കൂട്ടർക്കുമാവും. ആദ്യ 2 കളിയിൽ തോറ്റു തുടങ്ങിയ രാജസ്ഥാൻ റോയൽസ് തുടരെ 2 കളി ജയിച്ച കിരീട പോരാട്ടത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സഞ്ജു ഫുൾ ടൈം പിച്ചിലെത്തിയപ്പോൾ തന്നെ ടീമിന് കിട്ടിയ ഊർജം ചെറുതല്ല. ജയ്സ്വാളും ജോഫ്ര ആർച്ചറും ഫോമിലേക്ക് തിരിച്ചെത്തിയതും RRന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. നേർക്കുനേർ കണക്കുകളിൽ ഗുജറാത്തിനാണ് മുൻതൂക്കം. മുഖാമുഖം എന്ന 6-ൽ 5 മത്സരങ്ങളും ജയിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. സ്പോർട്സ് ഡെസ്ക് 24.